ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 ഫേസ് ഡി ബിയിലേക്ക് അതിൻ്റെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ സർക്യൂട്ട് വലിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടുകൾ ഏതൊക്കെയാണെന്നും എത്ര വയറുകളാണെന്നും മെയിനായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിവിടെ വലിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റൂമിൻ്റെ സർക്യൂട്ട് തന്നെ ഏറ്റവും ആദ്യം എടുക്കാം. ഒരു റൂമിൽ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്, ആ റൂമിൻ്റെ മെയിൻ സർക്യൂട്ട്, AC സർക്യൂട്ട്, പിന്നെ നമുക്ക് ഹീറ്ററിൻ്റെ സർക്യൂട്ട്, ഇങ്ങനെയാണ് മെയിനായിട്ട് വരുന്നത്. ഹീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് നോർമലി ഹീറ്ററിൻ്റെ സർക്യൂട്ട് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ സർക്യൂട്ടുകൾ തിരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ടേപ്പ് അടിച്ചിട്ടാണ് ഉണ്ടാവും. ഇത് സർക്യൂട്ടുകൾ നമുക്ക് DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ ഓരോ സർക്യൂട്ട് വരുന്ന സമയത്ത് ഇതേപോലെ കറക്റ്റായിട്ട് ഒരു സർക്യൂട്ടിനെ ടേപ്പ് അടിച്ചെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഓരോ വയറുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ടേപ്പ് പൊട്ടിക്കാതെ വയറ് മാത്രം അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ DB ഡ്രസ്സ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ റൂമിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാട്ടർ ഹീറ്റർ ഇല്ല. അപ്പോൾ അതിന് നമ്മളായിട്ട് AC ഉണ്ട്. ACയും പിന്നെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് മാത്രം. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, പിന്നെ ACയുടെ ഫേസ്, ന്യൂട്രൽ. എർത്ത് നമ്മൾ കോമൺ ആയിട്ട് ആ റൂമിലേക്ക് ഒരെണ്ണമാണ് സെപ്പറേറ്റ് ഒറ്റ എർത്താണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ടുകൾ വരുന്നത്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം തന്നെ ACയുടെ സർക്യൂട്ട്, ACയുടെ ആ മഞ്ഞയും ബ്ലാക്കുമാണ് 2.5 ആണ് കൊടുത്തിരിക്കുന്നത്. 2.5 മഞ്ഞയും ബ്ലാക്കും ഫേസ് ആയിട്ട് മഞ്ഞയും ന്യൂട്രലായിട്ട് ബ്ലാക്കും കൊടുത്തു. എർത്ത് നമ്മൾ കോമൺ സർക്യൂട്ടായിട്ട് റൂമിലേക്ക് വരുന്നുണ്ട്. പിന്നെ അടുത്ത റൂം സർക്യൂട്ട് വരുമ്പോൾ സമയത്ത് 2.5 റെഡ്, 2.5 അത് റെഡ് ഫേസ് ആയിട്ടും 2.5 ബ്ലാക്ക് ന്യൂട്രലായിട്ടും പിന്നെ എർത്ത് 1.5ൻ്റെ എർത്താണ് നമ്മൾ കൊടുക്കുന്നത്. 1.5 എർത്തായിട്ടും ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത് എർത്തായിട്ട്. പിന്നെ അടുത്തത് മാസ്റ്റർ സർക്യൂട്ട് 1.5 മാസ്റ്റർ സ്വിച്ച്, അതായത് നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം വീടിൻ്റെ മൊത്തം ലൈറ്റുകൾ ഏകദേശം ഓരോ ലൈറ്റുകളൊക്കെ തെളിയുന്നതിന് വേണ്ടിയിട്ട് മാസ്റ്റർ സർക്യൂട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 1.5 നീല. പിന്നെ അങ്ങേറ്റത്ത് 1.5ൻ്റെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻവെർട്ടർ സർക്യൂട്ട് മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്. അപ്പോൾ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടുകൾ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ ഫേസ്, ഇൻവെർട്ടർ ഫേസ്, പിന്നെ ACയുടെ ഫേസ്, ന്യൂട്രൽ, എർത്ത് നമ്മൾ കോമൺ ആയിട്ട് റൂമിലേക്ക് ഒറ്റ എർത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരെണ്ണോട് കൊടുക്കാം. അപ്പോൾ ഹൈ എക്സ്പെൻസീവ് ആവും. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നത്തെ കാലത്ത് വയറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഹൈ എക്സ്പെൻസീവ് ലെവലിലേക്ക് കയറി വരും. അപ്പോൾ അത് സാധാരണക്കാരനെ ചിലപ്പോൾ താങ്ങാൻ നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ACക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ആ റൂമിൽ നിന്നുള്ള എർത്ത് ക്ലിയർ ചെയ്താൽ മതി. ഇനി അടുത്ത സർക്യൂട്ടും ഇതുപോലെ തന്നെ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷൻ തിരിച്ച് നമ്മൾ ഓരോ റൂമിൻ്റെ ആണെങ്കിലും കിച്ചണിൻ്റെ ആണെങ്കിലും മോട്ടറിൻ്റെ ആണെങ്കിലും എല്ലാം സെപ്പറേറ്റ് തിരിച്ച് ടേപ്പ് അടിച്ച് മാറ്റി ക്ലിയർ ചെയ്ത് വയറ് വലിക്കുന്ന സമയത്തിന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ DB ഡ്രസ്സിങ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ കൂടി വന്ന ഒരു നിസ്സാര സമയം കൊണ്ട് തന്നെ DB ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും വയറുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകില്ല. കറക്റ്റ് ഫേസ്, ന്യൂട്രൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് പിടികിട്ടുകയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 3 ഫേസ് DBനെ കുറിച്ചിട്ട് അതിൻ്റെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.